സോഷ്യൽ മീഡിയ പ്രിൻസിന്റെ അണ്ണാക്കി കയറി വെടിപൊട്ടിച്ചിട്ട് പോയി രജിത് പട്ടിദാർ. സോഷ്യൽ മീഡിയയുടെ പ്രിൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റൻ കുറച്ച് നാളുകളായിട്ട്. എതിർ ടീമുകളെ പരാജയപ്പെടുത്തും, ആവശ്യമില്ലാത്ത രീതിയിലുള്ള സെലിബ്രേഷനും ആവശ്യമില്ലാത്ത രീതിയിലുള്ള പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇടുന്നതായിരുന്നു ശുഭ്മാൻ ഗില്ലിന്റെ പരിപാടി. ഇന്ന് നോക്കുവാണെങ്കിൽ എന്ത് പോസ്റ്റ് ഇടും ശുഭ്മാൻ ഗിൽ? നീ ഈ തോറ്റതിന്റെ പോസ്റ്റ് ഇടുവോ? രാഹുൽ തിവാട്ടിയെ വന്നിട്ട് സ്വച്ഛ ഭാരത് നടത്തി അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയത് കൊണ്ട് 162 റൺസ് എടുത്ത് ഇങ്ങോട്ട് തൂക്കുന്നു അങ്ങോട്ട് തൂക്കുന്നു. രാഹുൽ തിവാട്ടി വന്നിട്ട് തൂത്ത് എന്തായാലും രക്ഷപ്പെടുത്തി, കുറച്ച് മാനം രക്ഷിച്ചു. 92 റൺസിനാണ് തോറ്റത് സ്വച്ഛ ഭാരത് നടത്തിയോണ്ട് രാഹുൽ തിവാട്ടി വന്നിട്ട്. അല്ലാതെ മേ ബി 100 റൺസേ എടുക്കത്തുള്ളായിരുന്നു. ഒരു 150 റൺസിനെങ്കിലും പരാജയപ്പെട്ട് പോയനെന്ന്. കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു ശുഭ്മാൻ ഗില്ലിന്. ഏതൊക്കെയോ ആയിപ്പോയെന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു. MRFന്റെ ബാറ്റ് കൊണ്ട് കറങ്ങി നടന്നാൽ വിരാട് കോഹ്ലി ആകത്തില്ല, കിങ് ആകത്തില്ല, പ്രിൻസ് ആകത്തില്ല. അങ്ങും ഇഞ്ഞും കുറച്ച് കൂടെ പിടിപ്പിച്ച് വെച്ചാൽ വിരാട് കോഹ്ലി ആകത്തില്ല, കിങ് ആകത്തില്ല. പെർഫോമൻസ് ചെയ്യണം, ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചുകളിൽ റൺസ് കണ്ടെത്തണം എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചിൽ പ്രഷർ സിറ്റുവേഷനകത്ത് ശുഭ്മാൻ ഗിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. 2023 WTC ഫൈനലിനകത്ത് ശുഭ്മാൻ ഗിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ടോ? 2023 50 ഓവർ വേൾഡ് കപ്പിനകത്ത് ശുഭ്മാൻ ഗിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ടോ? ചാമ്പ്യൻസ് ട്രോഫിയിൽ ശുഭ്മാൻ ഗിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ടോ? ഏഷ്യ കപ്പ് ഫൈനലിനകത്ത് ശുഭ്മാൻ ഗിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ടോ? T20 ഫോർമാറ്റിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേന് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയുടെ T20 വേൾഡ് കപ്പ് സ്കോഡിൽ നിന്ന് പുറത്തായ ഒരു പ്ലെയറാണ് ശുഭ്മാൻ ഗിൽ. അപ്പൊ അതിനനുസരിച്ചുള്ള അഹങ്കാരമേ പാടുള്ളൂ. വലിയ അഹങ്കാരം ഒന്നും ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ഇന്ന് 2 റൺസാണ് എടുത്തത്, 2 റൺസ്. അത്രമാത്രം പൊട്ടൻ ക്യാപ്റ്റൻസി ആയിരുന്നു കാഴ്ചവെച്ചത്, പൊട്ടൻ ക്യാപ്റ്റൻസി. അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല കേട്ടോ, അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. സേഫ് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കും, വളരെ സേഫ് ആയിട്ടുള്ള വന്ന് ക്രിക്കറ്റ് കളിക്കും, 500 റൺസ് കണ്ടെത്തും. ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഹൈ റിസ്ക് ക്രിക്കറ്റ് എന്നാ ശുഭ്മാൻ ഗിൽ കളിച്ചിട്ടുള്ളത്? എന്നാ കളിക്കാൻ കഴിയുന്നത്? പ്രഷർ സിറ്റുവേഷനിൽ ഒന്നും കളിച്ചിട്ടില്ല, ഇന്നും കളിച്ചിട്ടില്ല. അഹമ്മദാബാദിന്റെ മണ്ണിൽ നിന്ന് അങ്ങോട്ട് മാറിയപ്പോഴത്തേനും ബോർഡർമാർ നോക്കുകയാണെങ്കിൽ തല്ല് വാരി കൂട്ടുന്നു. ഇവരെ ബോർഡർമാർ റെഡ് സോയിൽ പിച്ചിനകത്ത് പെർഫോമൻസ് ചെയ്യും, എക്സ്ട്രാ പേസും ബൗൺസും വരുന്ന പിച്ചിനകത്ത് പെർഫോമൻസ് ചെയ്യും. ക്യൂരേറ്റർ നോക്കുവാണെങ്കിൽ ഗുജറാത്തിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള പിച്ച് കൊടുക്കാറുണ്ട്. ഇന്നത്തെ പിച്ച് നോക്കുവാണെങ്കിൽ ലോ ബൗൺസ് ലോ ക്യാരി ആയിരുന്നു. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അവർ എക്സ്ട്രാ ഒരു ബൗൺസ് കിട്ടുന്നില്ലായിരുന്നു. സോ ബോർഡർമാർ നോക്കുവാണെങ്കിൽ അടി കൊണ്ടു. കഴിഞ്ഞ കളിയിൽ KKRനെതിരെ നോക്കുവാണെങ്കിൽ തല്ല് വാരി കൂട്ടി 246 റൺസാണ് KKR എടുത്തത്. സോ ഇവരുടെ ബോർഡർമാർ അഹമ്മദാബാദിന്റെ മണ്ണിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 254 റൺസ് വഴങ്ങുന്ന ബോർഡർമാരാണ് ഇവരുടെ കയ്യിലുള്ളത്. പക്ഷെ അഹങ്കാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെയോ ആയിപ്പോയി. 2 or 3 ട്രോഫി കയ്യിലുള്ള മട്ടിലുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ നേടിയെടുത്ത ഒരു ട്രോഫി അവരുടെ കയ്യിലുള്ളൂ. സോ അതുകൊണ്ട് കുറച്ച് അഹങ്കാരമൊക്കെ കുറച്ച് പെർഫോമൻസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാൻ സമയമുണ്ട്. വിരാട് കോഹ്ലി ഇപ്പൊ അഹങ്കരിക്കുന്നത് മുൻകാലങ്ങളിൽ പെർഫോമൻസ് ചെയ്തിട്ടാ, അല്ലെങ്കിൽ ഇന്ന് പെർഫോമൻസ് ചെയ്തിട്ടാ, അല്ലെങ്കിൽ നാളെ പെർഫോമൻസ് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് അദ്ദേഹം വന്ന് അഹങ്കാരം കാണിക്കുന്നത്. അതുപോലെ നീ കാണിക്കാതിരിക്കും. ഇന്ന് വരുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു രജിത് പട്ടിദാറും RCBയും കൂടെ ചേർന്ന് ചാമ്പ്യന്മാരുടെ പ്രകടനം കാഴ്ചവെക്കുന്നു. ചാമ്പ്യൻ ടീം ക്വാളിഫയർ 1 എടുക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ 254 റൺസ്. IPL ചരിത്രം പരിശോധിച്ച് നോക്കുവാണെങ്കിൽ 15 വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്കുവാണെങ്കിൽ ക്വാളിഫയർ 1 ജയിക്കുന്ന ടീം 12 പ്രാവശ്യം ഫൈനൽ ജയിച്ചിട്ടുണ്ട്. ക്വാളിഫയർ 2 ജയിക്കുന്ന ടീം 2 പ്രാവശ്യം ഫൈനൽ ജയിച്ചിട്ടുണ്ട്. എലിമിനേറ്റർ ജയിച്ച് കയറി വരുന്ന ഒരു ടീം 1 പ്രാവശ്യം ഫൈനലിനകത്ത് ജയിച്ചിട്ടുണ്ട്. അത് SRH ആണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യം SRHും RCBയും കൂടെ തമ്മിൽ ഏറ്റുമുട്ടണമെന്നാണ്. എന്നാൽ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു കളിയെ നമുക്ക് ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. ഇന്നത്തെ കളി നോക്കുവാണെങ്കിൽ വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു. ഗുജറാത്തിന്റെ ക്യാപ്റ്റനും കോച്ചും കൂടെ പറയുമായിരുന്നു എന്തുവാടേ പെട്ടെന്ന് ഔട്ടായിട്ട് കയറിപ്പോ. അത്രയ്ക്ക് ഒരു ബോറിംഗ് ക്രിക്കറ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ ഗുജറാത്തിന്റെ സൈഡിൽ നിന്നുണ്ടായത്, ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിനകത്താണെങ്കിലും. ഇനി ഇന്നത്തെ മത്സരത്തിലോട്ട് വരുവാണെങ്കിൽ ടോസ് കിട്ടുന്ന ഗുജറാത്ത് പറയുന്നത് ഞങ്ങൾ ബോൾ ചെയ്യാൻ പോവാണ്. കറക്റ്റ് തീരുമാനമാണ്. ഈ പിച്ചിനകത്ത് ബോളിംഗ് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കാരണം രാത്രിയിൽ ഡ്യൂ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ചേസിങ്ങിന്റെ റെക്കോർഡ് കൂടുതലാണ്. ചേസ് ചെയ്ത ടീമാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത്. എല്ലാം ശരിയായിരുന്നു. പക്ഷെ RCBയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെൽ പ്ലാൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണോ ഇതിന് മുമ്പുള്ള മത്സരങ്ങൾ അവർ കളിച്ചത് അതുപോലെ വന്ന് അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കുന്നു. വിക്കറ്റുകൾ പോയാലും അവർ അടി നിർത്തിയതേ ഇല്ല. പവർ പ്ലേക്കകത്ത് തന്നെ RCB വിജയിച്ചു എന്നുള്ളതാണ്. 76 റൺസ് എടുക്കുന്നു പവർ പ്ലേക്കകത്ത്. കേവലം 1 വിക്കറ്റാണ് പോയത്. നോക്കുവാണെങ്കിൽ റബാഡയ്ക്ക് കണക്കിന് കൊടുക്കുന്നു, സിറാജിനെ നോക്കുവാണെങ്കിൽ കണക്കിന് കൊടുക്കുന്നു. പവർ പ്ലേയിൽ തന്നെ RCB വിജയിച്ചു. ദേവത് പടിക്കൽ അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും കൂടെ ചേർന്ന് ഒരു 50 റൺസിന്റെ പാർട്ണർഷിപ്പ് കണ്ടെത്തുന്നു. നോക്കുവാണെങ്കിൽ റബാഡെ നോക്കുവാണെങ്കിൽ 4ാമത്തെ ഓവറിൽ 18 റൺസാണ് റബാഡ അവിടെ നിന്ന് വഴങ്ങിയത്. ഒരു 7 ഓവർ വരെ പരിശോധിക്കുകയാണെങ്കിൽ 12 റൺസിന് മേളിലായിരുന്നു ഇവരുടെ റൺ റേറ്റ്. ബ്രില്യൻ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ പവർ പ്ലേ ഇവർ യൂട്ടിലൈസ് ചെയ്തു. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസ് 9ാമത്തെ ഓവറിൽ മാച്ചിലേക്ക് തിരിച്ചു വരുന്നു. ജെയ്സൺ ഹോൾഡർ അവരുടെ ഒരു മാച്ച് വിന്നർ, ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്ന ബോർഡർ മിഡിൽ ഓർഡറിനകത്ത് ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നു.
വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലിന്റെ വിക്കറ്റ് എടുക്കുന്നു. നോക്കുവാണെങ്കിൽ RCB മാച്ചിൽ നിന്ന് പോയ നിമിഷം, ഗുജറാത്ത് ടൈറ്റൻസ് മാച്ചിലേക്ക് തിരിച്ചു വന്ന നിമിഷം നമ്മൾ വിചാരിച്ചു അവിടെ നോക്കുവാണെങ്കിൽ ശുഭ്മൻ ഗില്ലിന്റെ മണ്ടത്തരങ്ങൾ ആവർത്തിക്കുന്നു. അവിടെ റാഷിദ് ഖാനെ കൊണ്ടുവരാമായിരുന്നു കുറച്ചും കൂടെ നേരത്തെ. റാഷിദ് ഖാൻ നോക്കുവാണെങ്കിൽ 4 ഓവർ എറിഞ്ഞിട്ടില്ല. റാഷിദ് ഖാനെ നേരത്തെ കൊണ്ടുവരാമായിരുന്നു. അവിടെ ഒരു മാച്ചപ്പ് ഉണ്ടായിരുന്നു. രജിത് പടിദാറും റാഷിദ് ഖാനും നോക്കുവാണെങ്കിൽ അവിടെ ഒരു മാച്ചപ്പ് ഉണ്ടായിരുന്നു. അല്പം കൂടെ നേരത്തെ കൊണ്ടുവരാമായിരുന്നു. മേ ബി അവിടെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞാണ്. എന്നാൽ അവിടെ കൊണ്ടുവരുന്നില്ല. പേസ് ബോളർമാരെ കൊണ്ടുവന്ന് അവിടെ അടി വാങ്ങിച്ചു കൂട്ടുന്നു. പ്രത്യേകിച്ച് പ്രസിദ്ധ് കൃഷ്ണയെ കൊണ്ടുവരുന്നു, അടി വാങ്ങിച്ചു കൂട്ടുന്നു. കെജ്രോഡിയ എന്ന് പറഞ്ഞ ഒരു ബോളറെ കൊണ്ടുവന്നിട്ട് ഒരു ഓവറിനകത്ത് 28 റൺസാണ് അടങ്ങിയത്. നോക്കുവാണെങ്കിൽ റോങ് ആയിട്ടുള്ള ബോളിംഗ് ഓപ്ഷൻസ് ആയിരുന്നു. ആരെയായിരുന്നു യൂട്ടിലൈസ് ചെയ്യേണ്ടിയിരുന്നത്? അവിടെ നോക്കുവാണെങ്കിൽ റോങ് ആയിട്ടുള്ള ബോളിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. കളി നോക്കുവാണെങ്കിൽ ഗുജറാത്തിന്റെ കൈതയെ കൊണ്ടുപോയി. അവിടെ രജിത് പടിദാറും കുർണൽ പാണ്ഡ്യയും കൂടെ ചേർന്നുള്ള ഒരു 90+ റൺസിന്റെ പാർട്ണർഷിപ്പ് നോക്കുവാണെങ്കിൽ കളി നോക്കുവാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ കൈനെ കൊണ്ടുപോയി. ഇന്നത്തെ ഫീൽഡിംഗ് നോക്കുവാണെങ്കിൽ എത്ര മോശം ഫീൽഡിംഗ് ആയിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ. ഈ ഒരു ഫീൽഡിംഗും വെച്ചുകൊണ്ടാണ് ഗുജറാത്ത് ടൈറ്റൻസ് അഹങ്കരിക്കുന്നത്, ശുഭ്മൻ ഗിൽ അഹങ്കരിക്കുന്നത്. ശുഭ്മൻ ഗില്ലും ആശിഷ് നെഹ്റയെ നോക്കുവാണെങ്കിൽ തലയിൽ കൈവച്ചു പോയി. അതുപോലത്തുള്ള ഫീൽഡിംഗ് ആയിരുന്നു. 20 റൺസിനകത്ത് രജിത് പടിദാറിനെ ഒരു ക്യാച്ച് കൊണ്ട് കളയുന്നു. രജിത് പടിദാർ എടുത്തൊരു സ്കോർ നോക്കിയത് 93 റൺസ് എടുത്തത്, 33 ബോളിൽ നിന്ന് 281 സ്ട്രൈക്ക് റേറ്റ്. അവിടെ തന്നെ നോക്കുവാണെങ്കിൽ ഗുജറാത്ത് കളി കൊണ്ട് കളഞ്ഞു. ക്യാച്ചസ് എടുക്കുന്നില്ല, മിസ്ഫീൽഡ്. 20 റൺസോളം മിസ്ഫീൽഡിനകത്ത് ഇവർ കൊടുത്തു ഇന്ന് എക്സ്ട്രാ. അർഷാദ് ഖാൻ എന്ന് പറഞ്ഞ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തൊരു ബോളർ എന്താണെന്ന് അറിയില്ല, ഇന്ന് കളിക്കുന്നില്ല. ഇഞ്ചുറി അല്ല എങ്കിൽ ഇന്ന് എന്തുകൊണ്ട് കളിപ്പിച്ചില്ലെന്നുള്ളതിന്റെ ഉത്തരം ശുഭ്മൻ ഗിൽ പറയണമായിരുന്നു. മോശം ഒരു ക്യാപ്റ്റൻസി കാഴ്ചവെക്കുന്നു. കളി നോക്കുവാണെങ്കിൽ RCBക്ക് കൊണ്ട് കൊടുക്കുന്നു. രജിത് പടിദാർ നോക്കുവാണെങ്കിൽ പ്ലേ ഓഫിലെ ഒരു സൂപ്പർ സ്റ്റാറാന്ന് പറയണം. ക്വാളിഫയർ 1-നകത്ത് നോക്കുവാണെങ്കിൽ ഇതുവരെ ഒരു മത്സരം പോലും തോക്കാത്ത ഒരു ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ബാറ്റിങ്ങിലുള്ള പെർഫോമൻസ്, 6 കളിയിൽ നിന്ന് 338 റൺസ്, ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ 112 റൺസ്, സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 193, 52 പ്രാവശ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ഒരു പ്രാവശ്യം കണ്ടെത്തിയിട്ടുണ്ട്. പ്ലേ ഓഫിനകത്ത് ഏറ്റവും ഉയർന്ന സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ അത് രജിത് പടിദാറിന്റെ ആണ്. എന്ന് പറഞ്ഞിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ്. റബാഡെ എക്സ്ട്രാ കവറിന് മണ്ടിലൂടെ അടിച്ചൊരു 6 ഉണ്ടായിരുന്നു, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു 6. അതുപോലെ തന്നെ പോയിന്റിന്റെ മണ്ടയിലൂടെ സിറാജിനെ ഒരു 6 അടിക്കുന്നു. റാഷിദ് ഖാനെ നോക്കുവാണെങ്കിൽ എക്സ്ട്രാ കവറിന് മണ്ടയിലൂടെ ഒരു 6 അടിക്കുന്നു. ബാക്ക് ഫുട്ടിൽ വന്നിട്ട് മനോഹരമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ രജിത് പടിദാർ. എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇന്ത്യൻ ടീമിലോട്ട് വരുന്നില്ല? ഇനി നോക്കുകയാണെങ്കിൽ അയർലൻഡ് സീരീസ് വരുന്നുണ്ട്, T20 സീരീസ്. അതിനകത്ത് രജിത് പടിദാറിന്റെ പേര് വരുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്നാ ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നത്. സ്പിന്നർക്കെതിരെ നല്ല റെക്കോർഡുള്ള പ്ലെയർ എന്ന് പറയുന്നെങ്കിലും ഇന്ന് വന്നിട്ട് പേസ് ബോളർമാർക്കെതിരെ റബാഡയെ വിട്ടില്ല, സിറാജിനെ വിട്ടില്ല, കൃഷ്ണയെ വിട്ടില്ല, ജേസൺ ഹോൾഡറെ വിട്ടില്ല. എല്ലാവരും നോക്കുകയാണെങ്കിൽ കണക്കിന് പ്രഹരിച്ചിരിക്കുന്നു. 281 സ്ട്രൈക്ക് റേറ്റിൽ വന്നിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു, തന്റെ ടീമിനെ വിജയിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുർണൽ പാണ്ഡ്യ സത്യം പറഞ്ഞാൽ പ്ലേ ഓഫിന്റെ ഹീറോയാണ്. 3 കളികളിലായിട്ട് പ്ലേ ഓഫിനകത്ത് ഹാഫ് സെഞ്ചുറി നേടുന്ന ഒരു പ്ലെയർ. ഇന്നൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. 93 റൺസിനകത്ത് 3 വിക്കറ്റ് പോയ ഒരു സ്ഥാനത്താണ് അവിടെ കുർണൽ പാണ്ഡ്യ വരുന്നത്. അവിടെ ഒരു വിക്കറ്റും കൂടെ പോവുകയാണെങ്കിൽ ടിം ഡേവിഡ് ആണെങ്കിലും ജിതേഷ് ശർമ്മയുടെ ഒക്കെ ഫോം നോക്കുകയാണെങ്കിൽ ചെറിയ കൺസേൺ ഉണ്ട്. എന്നാൽ അവിടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് കണ്ടെത്തുന്നു, 90+ ഒരു പാർട്ണർഷിപ്പ് കണ്ടെത്തുന്നു രജിത് പടിദാറുമായിട്ട് ചേർന്ന്. ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ച് കാഴ്ചവെക്കുന്നു, അഗ്രസീവായിട്ട് ഒന്ന് ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു. ഒരു സ്റ്റേജ് പോലും നോക്കുകയാണെങ്കിൽ റൺ റേറ്റ് താഴേക്ക് കൊണ്ടുവന്നതല്ല ഇവർ രണ്ടും കൂടെ. അവിടെ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു. മിക്കുള്ളവരും വിക്കറ്റ് പോകുമ്പോഴത്തേനും നോക്കുവാണെങ്കിൽ ഒന്ന് പതുങ്ങും. പക്ഷെ ഇവര് എന്താണ് ഇവരുടെ ടെംപ്ലേറ്റ്? വിക്കറ്റ് പോയാലും അടിച്ച് കളിക്കുക എന്നുള്ള ടെംപ്ലേറ്റിൽ വന്നിട്ട് ബ്രില്യൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. കുർണൽ പാണ്ഡ്യയുടെ ബാറ്റിംഗ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു നോക്ക് കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയുടെ ഒരു ചെറിയൊരു ക്യാമ്യൂ ഇന്നിങ്സ് ആണെങ്കിലും RCBയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ബാറ്റിംഗാണ് ഇന്ന് വന്ന് കാഴ്ചവെച്ചത്. 5 ബോളിൽ നിന്ന് 15 റൺസ് എടുക്കുന്നു, ഒരു 4 ഒരു 6, 300 സ്ട്രൈക്ക് റേറ്റിൽ വന്നിട്ട് ഒരു ഫിനിഷറിന്റെ റോള് കാഴ്ചവെക്കുന്നു. ഈ ഒരു ഫോം ക്യാരി ചെയ്യാൻ കഴിയുവാണെങ്കിൽ RCBയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസേൺ ഇല്ല. പിന്നെ ഗുജറാത്തിന്റെ ബാറ്റിംഗ് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല, പേടിച്ച് തന്നെ തോറ്റു. രാഹുൽ ത്രിപാഠി വന്നിട്ട് അവസാനം ഒരു ചെറിയൊരു ഇന്നിങ്സ് ഒക്കെ കാഴ്ചവെച്ചു, ചെറിയൊരു എന്റർടൈൻമെന്റ് കൊടുത്ത് കാണാം. എനിക്കറിയില്ല, അവിടെ നിന്ന് ഇങ്ങനെ തൂത്തട്ടൊക്കെ പോകുന്നത് കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊള്ളാം. എന്തായാലും ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അടുത്ത പ്രാവശ്യം മേ ബി ടീമിൽ നിലനിർത്താനുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീം എടുക്കാൻ വേണ്ടിയുള്ള ഒരു പെർഫോമൻസ് രാഹുൽ ത്രിപാഠി വന്ന് കാഴ്ചവെച്ചു എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ കുർണൽ പാണ്ഡ്യ വന്ന് 2 വിക്കറ്റ് എടുക്കുന്നു, ബാറ്റിംഗിൽ പെർഫോമൻസ് ചെയ്യുന്നു, ബോളിംഗിൽ വന്ന് പെർഫോമൻസ് ചെയ്യുന്നു. ഈ ടീം നോക്കുവാണെങ്കിൽ 200 റൺസ് 7 പ്രാവശ്യം വഴങ്ങിയ ഒരു ടീമാണ് RCB. RCBയുടെ ഈ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ജോഷ് ഹേസൽവുഡ് ആ ഒരു അത്ഭുത മാർക്ക് എത്തിയില്ലായിരുന്നു. ഭുവനേശ്വർ കുമാറാണ് വിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത് പവർ പ്ലേക്കകത്ത്. ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ജേക്കബ് ട്രോഫി സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ റസിക് സലാമും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളറാണ്, സ്ലോ ബോൾ സ്പെഷ്യലിസ്റ്റ് ആണ് റസിക് സലാം വന്നിട്ട്. ഇന്നും വന്നിട്ട് 2 വിക്കറ്റ് എടുക്കുന്നു. ജോഷ് ഹേസൽവുഡ് വന്നിട്ട് ജോസ് ബട്ട്ലറിന്റെ വിക്കറ്റ് എടുക്കുന്നു, ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ്. ഭുവനേശ്വർ കുമാർ നോക്കുവാണെങ്കിൽ 2 വിക്കറ്റ് എടുക്കുന്നു. സോ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരത്തിൽ RCBയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും തിരിച്ചു വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സോ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഫൈനലിനകത്ത്, പ്രത്യേകിച്ച്
അഹമ്മദാബാദിന്റെ മണ്ണ് പേസ് ബോളർമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മണ്ണാണ്. സോ ഈ ഒരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. SRHന് കയറി വരണമെങ്കിൽ 3 മത്സരങ്ങൾ ജയിക്കണം. 3 മത്സരങ്ങൾ അടുപ്പിച്ചൊക്കെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ SRH 2016 ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ അതിന്റെ തുടർച്ചയായിട്ട് ഈ പ്രാവശ്യം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഫൈനലിനകത്ത് വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് കാണാൻ കഴിയട്ടെ. ഇന്നത്തെ കൂട്ട് ഒരു ബോറിംഗ് മത്സരം ആവാതിരിക്കട്ടെ. അറിയില്ല നാളത്തെ മത്സരം എന്താണെന്ന്. SSC ജയ്സ്വാളും സൂര്യവംശിയും കളിച്ചില്ലെങ്കിൽ ഒരു ബോറിംഗ് മത്സരമായിട്ട് തന്നെ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നു SRHും RCBയും കൂടെ ഉള്ള ഒരു ഫൈനൽ, ഒരു വെടിക്കെട്ട് നടക്കട്ടെ. നല്ല പെർഫോമൻസ് ചെയ്യുന്ന ടീം കപ്പടിക്കട്ടെ.